പക്ഷേ ആരാധകർ ഒരു പരിധിവരെ നമുക്ക് ശല്യമാവാറുണ്ടെങ്കിലും ആരാധകരാണ് ഒരു കലാകാരന്റെ വളർച്ചയുടെ പിന്നിലെ ഏറ്റവും വലിയ ഘടകം അല്ലേ? നല്ല ആരാധകരില്ലേ? നല്ല ആരാധകർ വിളിക്കുന്നത് അത് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഒരു പടം റിലീസായി കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്. പിന്നെ ചേട്ടാ പടം നന്നായിട്ടുണ്ട്, അപ്പം അതിൻ്റെ കുറ്റങ്ങൾ പറയും, പിന്നെ നല്ല വശങ്ങൾ പറയും, അല്ല അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പിന്നെ അത് ശരിക്കും ആരാധകരല്ല, ഇഷ്ടമല്ല. ചില ആൾക്കാരുണ്ട് അവനൊന്ന് വിളിച്ച് നമ്മളെ വേന എനിക്ക് പരിചയം പോലും കാണും. അത് ചിലവർ അങ്ങനെയുള്ള വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെ അല്ലാതെ മാന്യമായിട്ട് വിളിച്ചെല്ലാം ചോദിക്കുന്ന നല്ല ഒത്തിരി ആരാധകരുണ്ട്, ഒരുപാട് ആൾക്കാർ. ഇനി ഒരുപാട് നല്ല ആരാധകരുണ്ടാവും. പിന്നെ വളർച്ചയുടെ ഓരോ പടവുകൾ ഇങ്ങനെ കയറി മലയാള സിനിമയിൽ മാത്രമല്ല ഈ പിന്നെ ഇവിടെ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുബായിൽ വെച്ചാണ്. ഗൾഫ് മാത്രമല്ല, അമേരിക്ക പോയി, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്. ബാലയൊക്കെ ഉള്ള സമയത്ത് അവിടെ ഒന്നും ഗൾഫ് ബാല ഇല്ല, എടുക്കൂലല്ലോ ഗൾഫില്. ഈ അമേരിക്ക എങ്ങനെയായിരിക്കും? അടിപൊളി തന്നെ. അമേരിക്ക സൂപ്പറാണ്. അമേരിക്ക, കാനഡ. ഒരു കലാകാരൻ എന്ന നിലയിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമല്ലേ അതൊക്കെ? അതെ, മിമിക്രിക്കാരനായത് കൊണ്ടാവാം എനിക്ക് തോന്നുന്നു ഒത്തിരി സ്ഥലങ്ങൾ, ലോകത്തിന്റെ മിക്ക സ്ഥലങ്ങളിലും പോകാൻ പറ്റും. ചന്ദ്രമണ്ഡലമാണ് ഇവിടത്തെ നമ്മുടെ പ്രദേശം. നിങ്ങളുടെയൊക്കെ ഈ നാട്ടിൽ ജനിക്കുന്നല്ലോ. ഏതായാലും തിരക്കിനിടയിലാണല്ലോ ഇവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റിയ അല്ലേ? ഈ സുകുമാര വിലാസം എന്ന് പറയുന്ന കൊച്ചു കടയിൽ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ കാണിച്ച മനസ്സിന് മാഷിനോട് ഞങ്ങൾ നന്ദി പറയാണ്. ഇനി ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കലയെ സ്നേഹിക്കുന്നവരാണ്. കലാകാരന്മാര് ഈ സുകുമാരന് എന്നും ഒരു വീക്ക്നെസ് ആണ്. അത് മനസ്സിലായോ? ഇരിക്കുന്ന ഇപ്പൊ ചായ അടിക്കാൻ ഇരിക്കുമ്പോഴും അതെ, ഞാൻ കലയോടുള്ള എന്റെ സ്നേഹം ഇങ്ങനെ കീപ്പ് ചെയ്യാണ്. അവരെ സ്നേഹിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പൊ ഈ ഓരോ ചുവടും മുന്നേറുമ്പോഴും എത്ര മുകളിലെത്തിയാലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഈ സുകുമാരവിലാസത്തിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് വേണം പോകാൻ. അന്ന് ഈ കട ഇതുപോലെ തന്നെ ഇവിടെ കാണും ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും ഇതുവഴി പോകുമ്പോൾ ഞാൻ ഈ കടയിൽ കയറും, ഇവിടെ ചായ കുടിക്കാൻ. എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെ വരെ ഞാൻ പറഞ്ഞു വിടും, ഇവിടെ വരികയും ചെയ്യും. അന്ന് ഈ കട ഇതുപോലെ തന്നെ കാണണം, അതിലെനിക്ക് പ്രശ്നമല്ല. ഇതുപോലെ കാണുന്ന കുഴപ്പമില്ല, പക്ഷെ ഈ സാധനങ്ങളൊന്നും കാണരുത്. ഇത് അങ്ങോട്ടൊന്നും മാറ്റിക്കൊണ്ട് അതുകൊണ്ട് ഇതൊന്നും കാണാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വരും. ശരി, എന്നാ ഇറങ്ങട്ടെ. ഞാൻ MG റോഡ് വഴി. അതെ, ആ ഇൻസ്പെക്ടർ ഗരുഡിലെ അഭിനയം അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. വളരെ തന്മയത്തായിട്ട് അഭിനയിച്ചിരിക്കുന്നു. എന്റെ വേഷം തന്നെ. ഞാൻ അതിൽ അഭിനയിച്ചില്ല. MG റോഡ് വഴിയല്ലേ പോകണ്ട, അതുവരെ ആക്കണോ? അത്രയല്ലേ ഉള്ളൂ. വളരെ സന്തോഷം. ശരി, തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഞാൻ വരാം. തീർച്ചയായിട്ടും. അവിടെ തന്നെ ഇറങ്ങിയിരിക്കണേ. ആളൊരു കിടിലൻ തന്നെ അല്ലേ? എടാ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സുരാജ്, പറഞ്ഞു കേട്ടില്ലേ? അമ്പലപ്പറമ്പിലായാലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടായാലും സീരിയലിലായാലും സിനിമയിലായാലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമാണ് അവസാനം ദൈവം സുരാജിന് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു നിലയിലേക്ക് സുരാജ് വെഞ്ഞാറമൂട് എത്തിയില്ലേ? അതാണ് ഞാൻ ഈ നിലയിൽ എപ്പോ എത്തുമെന്ന്. നീ എത്തും, ഈ നല്ല നിലയിലെത്തും. നല്ല പോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ടാൽ ഒരു നല്ല നിലയിൽ നീ എത്തും. അന്ന് മണികണ്ഠൻ നീ നടന്നു പോകുമ്പോ ഓരോ ജനവും പറയും, ആ പോകുന്നതാണ് പ്രശസ്തനായ മണികണ്ഠൻ. ആ മണികണ്ഠന്റെ കയ്യിൽ നിന്ന് ഒരു ചായ അടിച്ചു കുടിച്ചിട്ട് മരിച്ചാ മതി എന്ന് പറഞ്ഞോളെ, അല്ലാതെ നീ ഒന്നും ആകാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ഈ കടയിൽ നിന്ന് വിളിക്കണം. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നീ ഒന്നും ആവാനും പോകുന്നില്ല, നീ ഈ കടയിൽ നിന്ന് ഇറങ്ങാനും പോകുന്നില്ല.